ഹലോ ഫ്രണ്ട്സ്, അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്തിരിക്കിയ പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു പുഷ്പ ദ റോൾ. ചിത്രം ഇതായിപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 1000 കോടി ക്ലബിലേക്ക് കയറിയെന്ന് ഒഫീഷ്യലായി തന്നെ മൂവി ടീം അറിയിച്ചിട്ടുണ്ട്. 400 കോടിക്കും 500 കോടിക്കും ഇടയിലായിരുന്നു സിനിമയുടെ മുതൽ മുടക്ക്. 6 ദിവസം കൊണ്ട് 1002 കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെന്ന് ഒഫീഷ്യലായി വന്നെങ്കിലും യഥാർത്ഥ 6 ദിവസത്തെ കളക്ഷൻ നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്ന് 14 കോടി 75 ലക്ഷം രൂപയും, തമിഴ്നാട്ടിൽ നിന്ന് 50 കോടി രൂപയും, കർണാടകയിൽ നിന്ന് 62 കോടി 40 ലക്ഷം രൂപയും, തെലുങ്കിൽ നിന്ന് 211 കോടി രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 433 കോടി 37 ലക്ഷം രൂപയാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 645 കോടി രൂപയും വിദേശത്ത് നിന്ന് 176 കോടി രൂപയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ 6 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 947 കോടി 40 ലക്ഷം രൂപയാണ്. 7ാം ദിവസമായ ബുധനാഴ്ചയോടുകൂടിയാകും സിനിമ യഥാർത്ഥത്തിൽ 1000 കോടി ക്ലബിലേക്ക് എത്തുക. എന്തായാലും സിനിമയുടെ പേര് പോലെ തന്നെ ബോക്സ് ഓഫീസ് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലു അർജുൻ്റെ പുഷ്പ. ഇപ്പോൾ ഫൈനൽ കളക്ഷൻ എവിടെ വരെ പോകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കൂ. നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ മലയാളത്തിലും തമിഴിലുമായിട്ട് ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്. അമൽ നീരദാകും സിനിമയുടെ സംവിധായകൻ. 40 ദിവസം മാത്രം ഷൂട്ടുള്ള ഈ ചിത്രം മലയാളത്തിലും തമിഴിലും ഒരുപോലെയാണ് റിലീസ് ആവുക. സിനിമയുടെ ഫൈനൽ കൺഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം. KGF 2-ന് ശേഷം യശ് നായകനായി എത്തുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ടോക്സിക്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം 2025 ഡിസംബർ മാസം റിലീസാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 300 കോടി ബഡ്ജറ്റ് വരുന്ന സിനിമ ജപ്പാൻ, ചൈനീസ്, കൊറിയൻ എന്നീ ഭാഷകളിലും ഒരേ സമയം റിലീസാകുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.